സിനിജി, ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാൻ തീരുമാനിച്ചു. അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇനി ഒരു പിന്മാറ്റവുമില്ല. പാകിസ്ഥാന് ബലൂചിസ്ഥാനെ ഭയപ്പെടുത്താൻ ഇനി കഴിയുകയുമില്ല. കാരണം ഒരു വൻ ശക്തി ബലൂചിസ്ഥാന് പിന്നിലുണ്ട് എന്നതാണ്. എന്താണ് ബലൂചിസ്ഥാന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ? അല്ല, ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇനി അവർ അറിയപ്പെടുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂച്ച് എന്നാണ്. അങ്ങനെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ വിക്കിപീഡിയയിലടക്കം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ വിക്കിപീഡിയയിലുള്ള മാറ്റത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജനസംഖ്യ 18 മുതൽ 19 മില്യൺ ജനങ്ങളാണുള്ളത്. ഞങ്ങളെ സഹായിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ അഫ്ഗാനുമാണ്. എന്നിട്ട് ബ്രാക്കറ്റിൽ പറയുന്നു ഇന്ത്യ ഇത് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ശത്രു രാജ്യങ്ങൾ പറയുമ്പോൾ ചൈനയും പാകിസ്ഥാനുമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവർ പ്രഖ്യാപിച്ചു. ഇനി അവർ സ്വന്തമായിട്ട് ഫ്ലാഗ് ഉണ്ടാക്കുന്നു, ദേശീയ പതാക സ്വന്തമായിട്ട് അവർക്ക് ദേശീയ ഗാനം ഉണ്ടാക്കുന്നു. ഇപ്പോൾ അവിടുത്തെ തന്നെ ഒരു കെട്ടിടം മാറ്റിയിട്ട് അത് പാർലമെൻറ്റ് മന്ദിരമാക്കി മാറ്റി. ഒപ്പം സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ ഇനി ബലൂജിലെ സർക്കാർ ഓഫീസുകളാക്കി മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ബലൂജ് ഈ രീതിയിലുള്ള നീക്കം നടത്തുമ്പോൾ പാക് വല്ലാത്ത ആശങ്കയിലാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്നറിയോ, പാകിസ്ഥാൻ പട്ടാളം രാത്രി കാലങ്ങളിൽ പട്രോളിംഗ് നടത്തും. ഇപ്പോൾ വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 5 മണി വരെയുള്ള സമയത്ത് ഇവർ പട്രോളിംഗ് ഇറങ്ങുന്നില്ല. കാരണം കൊറ്റ എന്ന് പറയുന്ന പ്രദേശം, ബലൂജിൻ്റെ തലസ്ഥാനം നഗരത്തെ പ്രദേശം, അവിടം വരെ പിടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ആ മേഖലയിലേക്ക് ചെന്നാലും ആക്രമണം ഉണ്ടാവും. ഇപ്പോൾ ചൈനയിലെ കുറച്ച് ആൾക്കാർ അവിടെ ജോലിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കും എത്തുന്നുണ്ട്. ഈ ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖം ഈ ബലൂജ് പരിധിയിലാണ് വരുന്നത്. ആ ഗ്വാദർ തുറമുഖത്തിൻ്റെ എയർപോർട്ടിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ബാക്കി കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് ചൈനക്കാരാണ്. ഇനി ചൈനക്കാരെ അവിടെ കണ്ടാൽ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും. ഒരുത്തരും ഇവിടെ കണ്ടുപോരുത്. വളരെ സിമ്പിളായിട്ട് അവർ പറയുന്നത്. ഇപ്പോൾ അവരുടെ ഒരു മിർയാർ ബലൂജി എന്ന് പറയുന്ന അവരുടെ നേതാവ് പറയുന്നത്, ഞങ്ങൾക്കിനി ഇന്ത്യയുടെ ഒരു സഹായം കൂടെ മതി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഞങ്ങൾക്ക് ബലൂജിനൊരു എംബസി തുറക്കണം. അങ്ങനെ ഇന്ത്യ ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങളുമായിട്ട് കുറച്ച് വ്യാപാര ബന്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്താൽ ലോകത്തെ മറ്റ് രാജ്യങ്ങൾ ഞങ്ങൾക്കൊപ്പം വരും എന്ന് പറഞ്ഞാൽ റഷ്യ, അമേരിക്ക, പിന്നെ മറ്റ് ഫ്രാൻസ് ഒക്കെ വരും. അപ്പോൾ ഇന്ത്യ ഒന്ന് തുടക്കമിടണം. അപ്പോൾ ഇന്ത്യയുടെ അടുത്തൊരു അഭ്യർത്ഥന നടത്തണം. എന്നിട്ട് പാകിസ്ഥാൻ പറയുന്നത് ഇതിനെല്ലാം സഹായം ചെയ്ത് കൊടുക്കുന്നത് ഇന്ത്യയാണ് പൈസ കൊടുക്കുന്നത്, ആയുധം കൊടുക്കുന്നത്. നമ്മൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയാത്തടത്തോളം കാലം നമ്മൾ അംഗീകരിച്ചിട്ടില്ല. കാരണം നമ്മൾ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല, ബലൂജിനോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകും. പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ വ്യോമ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമണം നടത്തി. ഒപ്പം തന്നെ അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ തകർത്തു. അപ്പോൾ പാക് ആർമിയുടെ മുഴുവൻ ശ്രദ്ധയും ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. ഈ സമയത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ ഫുൾ പവർ ഉപയോഗിച്ച് പാകിസ്ഥാൻ ആർമിക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ അവിടെ അതുവരെ കാവലുണ്ടായിരുന്ന പട്ടാളക്കാർ മുഴുവൻ പോയപ്പോൾ സ്വാഭാവികമായിട്ടും മുഴുവൻ പ്രദേശങ്ങളും ഇവരുടെ കൺട്രോളിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബലൂചിസ്ഥാൻ്റെ 70 മുതൽ 80% സ്ഥലവും ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൈവശമാണ്. ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇനി പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. മാത്രമല്ല, ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇനി ഇവിടേക്ക് വരരുത്, ഞങ്ങൾ മറ്റൊരു രാജ്യമാണെന്ന് ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ വേറൊരു രാജ്യം, ബലൂജ് വേറൊരു രാജ്യം. മാത്രമല്ല, ഞങ്ങൾ ഇനി പാകിസ്ഥാനികളിൽ നിന്ന് വിളിക്കരുത്. ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വിളിച്ചാൽ ഞങ്ങൾ തീവ്രവാദികളാണെന്ന് അർത്ഥമുണ്ട്. കാരണം ലോകം മുഴുവൻ തീവ്രവാദത്തെ ഊട്ടി വളർത്തുന്ന രാജ്യമാണ്, തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നു. അതിനകത്ത് ഞങ്ങൾ ഉൾപ്പെട്ടു പോകും. അത് ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ബലൂജികളാണ്, ഞങ്ങൾ സ്വതന്ത്രരാണ്. വലിയൊരു പ്രഖ്യാപനമല്ലേ അവർ നടത്തിയത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലത്തെ അവരുടെ ഒരു ആഗ്രഹമാണ്, സ്വതന്ത്രമാണ്. കാരണം അവർ തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല. അവർക്ക് ജീവിക്കാനുള്ള എല്ലാ ഘടകങ്ങളും അവരുടെ മണ്ണിൽ നിന്ന് തന്നെ കിട്ടുന്നു. അത് പാകിസ്ഥാൻ എടുത്തുകൊണ്ടുപോയി തീവ്രവാദികളെ വളർത്തുന്നു. അത് അംഗീകരിക്കാൻ ഇവർക്ക് ഒരിക്കലും കഴിയുന്നില്ല. പക്ഷേ ഈ പതുങ്ങിയിരുന്ന സമയത്ത് ഇടയ്ക്ക് എവിടെ നിന്നോ ഒരു സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തി, ഒരു വലിയ രാജ്യം ഇവരെ സഹായിക്കുന്നുണ്ട്. അതാരാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ആ രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഇവർ സടകുടൻ എഴുന്നേറ്റു. ആ എഴുന്നേറ്റതിൽ പാകിസ്ഥാന്റെ ജാഫർ എക്സ്പ്രസ് വരെ പിന്നെ എന്താ പറയുക പിടിച്ചെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞുവെങ്കിൽ ഇവരുടെ ഒരു മനോധൈര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്രയും കാലം അടിമപ്പെട്ട് കിടന്ന തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടിരുന്ന, തീവ്രവാദികൾക്ക് അന്നമൂട്ടിക്കൊണ്ടിരുന്ന പാകിസ്ഥാനുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇന്ത്യ ഞങ്ങളെ അംഗീകരിച്ചാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്ത്യയിൽ വേറെ ഒരിടത്ത് എംബസി തുടങ്ങണമെന്നല്ല ബലൂജ് പറയുന്നത്. ഇന്ത്യയിൽ ഞങ്ങൾക്കൊരു എംബസി തുടങ്ങണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പിന്നെ ദേശീയഗാനം വേണം, ഫ്ലാഗ് വേണം, പാസ്പോർട്ട് വേണം, കറൻസി വേണം. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊക്കെ അവർ നേടിയെടുക്കുകയും ചെയ്യും. കാരണം ഇനി അവർക്ക് ആരെയും ഭയമില്ല. പാകിസ്ഥാനൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം ഇവരുടെ തന്നെ തലസ്ഥാന നഗരം കൊറ്റ പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ബലൂജികൾ ഇനി മുന്നോട്ടിറങ്ങുകയാണ്. സഹായിക്കാൻ പിന്നിൽ ഒരുപാട് പേർ വരും. അവർ പറയുന്നത് ഇന്ത്യ ഒപ്പമുണ്ടെങ്കിൽ സഹായിക്കാൻ ഒരുപാട് പേർ വരുമെന്നുള്ളത്. പക്ഷേ ഇന്ത്യ
പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ആരെയും സഹായിച്ചിട്ടില്ല. ഇന്ത്യ സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും അക്കാര്യത്തിൽ ഒരു സർക്കാരാണ് പറയേണ്ടത് ഞങ്ങൾ ഇന്ന രാജ്യത്തെ സഹായിക്കുന്നുണ്ട്, ഇന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ നമ്മളോടത് പറഞ്ഞിട്ടില്ല. ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ സർക്കാർ സഹായം നൽകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാത്തിടത്തോളം കാലം നമ്മളത് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% ഈ പറയുന്ന ബലൂചിസ്ഥാനാണ്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോത്ര വിഭാഗക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനസംഖ്യയും കുറവാണ്. ഇപ്പോൾ 44% വലിയ ഭൂവിസ്തൃതി ഉണ്ടെങ്കിലും അതിനാവശ്യമായ ഒരു ജനസംഖ്യയില്ല. പക്ഷേ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ധാതുക്കളുണ്ട്, മിനറൽസ്, മെറ്റൽസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ധാതുക്കളുണ്ട്. ഇതൊക്കെ തന്നെ ഖനനം ചെയ്യാൻ പാകിസ്ഥാന് താല്പര്യമുണ്ട്. മാത്രമല്ല ഈ ഖനനത്തിൻ്റെ ചുമതല ചൈനയെ ഏൽപ്പിക്കാനും അവർക്ക് ആഗ്രഹിക്കുന്നു. ചൈന അതുകൊണ്ടാണ് ഈ മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അടക്കമുള്ള പ്രോജക്റ്റുകൾ അവർ വരുന്നുണ്ട്. ഇപ്പോൾ ചൈനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത് കാരണം പൈസ മുടക്കിയല്ലോ, അതിന് ബെനിഫിറ്റ് കിട്ടണ്ടേ, അത് കിട്ടുന്നില്ല. ഇനി മാത്രവുമല്ല ഈ മിനറൽസ് ആൻഡ് മെറ്റൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പാക് ഭരണകൂടം ഇവിടെ വലിയ തോതിൽ ഖനനം നടത്തും. ഈ ഖനനം നടത്തുന്ന പണം എടുത്തുകൊണ്ടുപോയി പഞ്ചാബ് പ്രവിശ്യയിലും സിന്ധ് പ്രവിശ്യയിലെയും വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പഞ്ചാബ് മേഖലയിലുള്ള ആൾക്കാരാണ് പാകിസ്ഥാൻ പട്ടാളത്തിലെയും പാക് സർക്കാരിലെയും ഒക്കെ തലപ്പത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഗോത്ര വിഭാഗക്കാർ ഉൾപ്പെടുന്ന ബലൂജികളെ ഇഷ്ടമല്ല. അപ്പം ചോദിക്കുന്നത് ഞങ്ങളെ ഇഷ്ടമില്ലാത്തവർ ഞങ്ങളുടെ നാട്ടിലെ പണം എടുത്തുകൊണ്ടുപോയി എന്തിനാണ് ഞങ്ങളെ അവഗണിക്കുന്നത്? അപ്പോൾ ഈ മേഖലയ്ക്ക് യാതൊരു വികസനവുമില്ല, രാഷ്ട്രീയക്കാർ അവഗണിക്കുന്നു, പട്ടാളക്കാർ ഇവരെ പട്ടികളെ പോലെയാണ് കാണുന്നത്. എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെങ്കിൽ നേരെ ബലൂജിലേക്ക് വരും. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ ഒന്നും കാണില്ല, അവരെ പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ബലമായിട്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പിന്നെ കാലങ്ങളോളം കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് ഒരു അറിവില്ല എന്ന് പറഞ്ഞാൽ ഇവരെ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി കൊന്നു തള്ളുക ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യത്വഹീനമായ പ്രവർത്തികൾ നൽകുന്നു എന്ന് ലോകരാജ്യങ്ങളോട് ഈ ബലൂജികൾ പറയുന്നുണ്ട്. ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യക്കെതിരെ പഹൽഗാം അറ്റാക്കുമായിട്ട് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത്. നമ്മൾ ഇവർക്ക് തിരിച്ചടി കൊടുക്കുന്നത്. അപ്പോൾ കിട്ടിയ അവസരം ഇതാണ് യഥാർത്ഥ സമയം സ്വാതന്ത്ര്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഴുവൻ രംഗത്തേക്ക് ഇറങ്ങുന്നു. ഈ അടുത്ത സമയത്ത് ചാവേറായിട്ടൊരു സ്ത്രീ അവിടെ വന്ന് കുറച്ച് ആർമിക്കാരെയൊക്കെ കൊലപ്പെടുത്തി. ആ സ്ത്രീ മരിച്ച് ഡെഡ് ബോഡിയുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഭർത്താവ് പറഞ്ഞത് എൻ്റെ ഭാര്യയിൽ എനിക്ക് അഭിമാനം തോന്നുന്നു, കാരണം എൻ്റെ ബലൂജിന് വേണ്ടി എൻ്റെ നാടിന് വേണ്ടി അവൾ ജീവത്യാഗം ചെയ്തതാണ്. അതാണ് അവിടുത്തെ ഓരോ ജനതയും വികാരം. കാരണം അവർ ചാവേറുകളായി നിന്നുകൊണ്ട് പാകിസ്ഥാൻ ആർമിയെ തുരത്തി അവിടെ നിന്ന് ഓടിക്കുന്നു. ഞങ്ങൾക്കിനി സ്വതന്ത്രമായ ഒരു രാജ്യം വേണം. എത്രയോ കാലമായിട്ട് 1947 രാജ്യം വിഭജിച്ച് നിന്ന സമയത്ത് തന്നെ ബലൂചിസ്ഥാൻ ഒരു രാജ്യമായിരുന്നു, സാമ്രാജ്യമായിരുന്നു. അന്ന് ഇന്ത്യയുടെ കൂടെ ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റുവിനെ കാണാൻ ഡൽഹിയിൽ ഈ ബലൂജ് നേതാക്കൾ വന്നതാണ്. അന്ന് നമ്മൾ അതിനെ ആട്ടി ഓടിച്ചു, നമുക്ക് അതിനൊരു താല്പര്യമില്ലാത്തത്. പിന്നെ 1948 ആയപ്പോൾ പാകിസ്ഥാൻ സൈനികപരമായിട്ട് അവരെ പിടിച്ചെടുത്തു. പക്ഷേ അപ്പോഴും ബലൂജികൾക്ക് ഇതിനോട് താല്പര്യമില്ല. ഇനി ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്ന അഫ്ഗാൻ എന്ന് പറയുന്ന ബോർഡറാണ്. അഫ്ഗാൻ ബോർഡർ ആയതുകൊണ്ട് തന്നെ ബലൂജികൾക്ക് പിന്തുണയുമായിട്ട് താലിബാൻ ഭരണകൂടം എത്തുന്നുണ്ട്. കാരണം ഇപ്പുറത്ത് ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടി അല്ലെ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി മറ്റൊരു ഭീകര സംഘടന താലിബാൻ ഇവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ തെഹരിക്കെ ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടന ഈ പഷ്തൂൺ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തന്നെ ഇപ്പുറത്തേക്ക് സഹായവുമായിട്ട് വരുന്നു. ചുരുക്കം പറഞ്ഞാൽ അഫ്ഗാന്റെ സഹായം, മറ്റേതോ തന്നെ പറഞ്ഞ വലിയ ശക്തിയുടെ ഒരു സഹായം, അവരുടെ പണവും ആയുധം ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ബലൂജ് വലിയൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ റിപ്പബ്ലിക് ഓഫ് ബലൂജാണ്. ഇനി പാകിസ്ഥാൻ എന്ന് ഞങ്ങളെ വിളിക്കാൻ പാടില്ല, പാക് പ്രധാനമന്ത്രി ഇവിടെ വരാൻ പാടില്ല, പാക് ആർമി ഈ പ്രദേശത്തെ ഉണ്ടാകാൻ പാടില്ല. ശക്തവും ദൃഢവുമായ തീരുമാനമല്ലേ? തീർച്ചയായിട്ടും അവർ പറയുന്നത് ഞങ്ങളോടൊപ്പം ഇന്ത്യ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ആ തരത്തിലേക്ക് മോദിയെ ബലൂചിസ്ഥാനിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് മോദിക്കൊരു ഇരിപ്പിടം നൽകുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ അവർ വലിയ എന്താ പറയുക അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യമായി അവർ കണ്ടു കഴിഞ്ഞു അവർ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയാണ് ഇനി പറയേണ്ടത് ബലൂജികൾക്ക് ഇന്ത്യയിലേക്ക് സ്വാഗതം എന്ന് പറയേണ്ടത് ഇന്ത്യയാണ്. നമ്മുടെ സർക്കാർ ആരെയും അങ്ങനെ തള്ളിക്കളയുന്ന ആളുകളല്ല ഇപ്പം ഭരിക്കുന്ന നമ്മുടെ സർക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും ബലൂജികൾക്ക് സ്വാതന്ത്ര്യമുണ്ടാവാൻ നമ്മുടെ സർക്കാർ ഒപ്പം നിൽക്കുമോ എന്നുള്ളത് അവർ പറയുന്നത് വരെ അത് സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു സത്യമായി നിൽക്കട്ടെ.